When you finally feel like giving up, oh God, no luck. Everything feels like you're sticky stuck. I'm lost, handcuffed to the bed where I sleep. Don't give a fuck, can't stop. Unplug, feeling overwhelmed. I think I've had enough. അപ്പോ ആ ചുമന്ന റോസാപ്പൂ നീ എന്ത് ചെയ്തു? അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ ആ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോ ഇതാണോ എന്ന് തോന്നിയേക്കാം. കാരണം സാറിന്റെ ക്ലാസ് ടീച്ചർ നോക്കി അത്തരത്തിലുള്ള അവകാശ പോരാട്ടത്തിന് മുന്നിൽ നിന്നവർക്ക് എന്തെങ്കിലും നീതി കിട്ടുവാണെങ്കിൽ അത് സിനിമയുടെ അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കൂടെ നമ്മൾ ആലോചിക്കുക. ഇനി ഒരു കടം വീട്ടൽ എന്നുള്ള രീതിയിൽ പുള്ളി ഇനി ചേട്ടനെ വെച്ചിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അപ്പൊ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, അവനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. കണ്ടിട്ട് അങ്ങനെ മറന്നു കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവഗണിച്ചു കളയാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്ന് ഉറപ്പുണ്ട്. ഫ്രാങ്ക്ലി ടോയ്ചേട്ടൻ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു സമയത്ത് എനിക്കൊരു ചുമയും വന്നത്. ചേട്ടാ, ഒരു സെലിബ്രിറ്റി ആയതിന്റെ അഡ്വാൻറ്റേജ് എപ്പോഴെങ്കിലും റാൻഡംലി ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സിനെ കാണുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചേട്ടനൊരു ഈവൻ സെലിബ്രിറ്റി അല്ലേ എന്നുള്ളൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ, മീൻസ് റാൻഡംലി ചോദിക്കുന്നതാണ്, രണ്ട് രീതിയിൽ വരാമല്ലോ. ചില ആൾക്കാർക്കൊരു ഈഗോ രീതിയിലുള്ള ഒരു അപ്രോച്ച് കാണാം, ചിലർ സെലിബ്രിറ്റി അല്ലേ എന്നുള്ള രീതിയിലൊരു അഡ്വാൻറ്റേജ് കിട്ടാം. അങ്ങനെ ചേട്ടൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ പോലീസുകാരുടെ സൈഡിൽ നിന്ന്? അതായത് പോലീസുകാരുടെ സൈഡിൽ നിന്നോ? എനിക്ക് അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ ഇവർക്ക് നമ്മളെ പരിചയം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ പരിചയം ഉണ്ട് എന്നുള്ളത് നമുക്കും അറിയാമല്ലോ, നമ്മൾ സ്ക്രീനിൽ കണ്ട് പരിചയം ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മളായിട്ടൊരു അഡ്വാൻറ്റേജ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഓൾറെഡി പരിചയമുള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് അങ്ങനെ സംസാരിക്കാറില്ല. ഇങ്ങോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പരിചയമുള്ള പോലെ തന്നെ സംസാരിക്കാം, കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതല്ലാതെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നീ അങ്ങനെയൊന്നും ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ജനറലി ഉള്ള കാര്യങ്ങളിലാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി അത് വേണ്ടെന്നേ പറയുള്ളൂ. ക്യൂല് 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് കയറി വെക്കാൻ പറഞ്ഞാലും നമ്മൾ വേണ്ട സുഹൃത്തുക്കൾ ഇവിടെ നിന്നോളാം എന്നേ പറയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളൊക്കെ കയറി നിന്നിട്ട് ഇവനോ സിനിമ അങ്ങനെയുള്ള ഇങ്ങനെയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമാകും. അപ്പോൾ അത് കാരണം ഞാൻ അതിനേക്കാളും ഭേദം ക്യൂല് നിൽക്കുന്നതാണെന്നുള്ളത്. ഞാൻ അങ്ങനെ പരമാവധി ആ അഡ്വാൻറ്റേജ് എടുക്കാറില്ല. ചേരൻ സാർ ഇതുവരെ മലയാളം മൂവി ഒന്നും ചെയ്തിട്ടുള്ള ഒരു നടനല്ല. ചേരൻ സാറിലേക്ക് ഈ ഒരു റോള് പോകാനുണ്ടായിട്ടുള്ള ഒരു ഇതെന്താണെന്ന് പറയാം. ഈ കേശവദാസ് എന്നുള്ള ക്യാരക്ടറാണ് ചേരൻ സാർ ചെയ്യുന്നത്. അപ്പം പുള്ളി ഈ ചെയ്യുന്ന കഥാപാത്രം വരുന്ന സാധനം പ്രീ പ്രൊഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു മതിലപ്പുറത്ത് സംസാരിക്കുന്നു. അപ്പോൾ ആ ചുമന്ന റോസാപ്പൂ നീ എന്ത് ചെയ്തു? അപ്പം ചേരൻ സാറ് നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന, ഞാനൊരു ദിവസം രാത്രി ഇരുന്ന് റീൽസ് എന്തോ കാണുന്ന സമയത്ത് പൊക്കിഷം സിനിമയിലെ നീലാ നീ വാനം കാട്ട് എന്നുള്ള പാട്ട് വരികയും അതിലെ ചേരൻ സാറിൻ്റെ പെർഫോമൻസ് ഒന്നുകൂടി നമ്മളെ മൈൻഡിലേക്ക് വരികയും ചെയ്യുകയുണ്ടായി. അപ്പം നമ്മൾ ഫുൾ ക്രൂവിൽ, ഇപ്പോൾ ടോയി അടക്കമുള്ള ഫുൾ ക്രൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് പോസിറ്റീവ് ഐഡിയ ആണെന്നുള്ള തോന്നലുണ്ടായി. അപ്പം പിന്നെ നമ്മൾ പോയിട്ട് ചേരൻ സാറിനെ അപ്രോച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഒരു കഥ പറഞ്ഞ് തമിഴ്നാട്ടിൽ പോയിട്ടാണ്, പുള്ളിയുടെ ഓഫീസിൽ പോയിട്ടാണ് കഥ പറയുന്നത്. കഥ പറഞ്ഞൊരു 5 ദിവസത്തിനുള്ളിൽ പുള്ളി ഇന്നായി സിനിമയിൽ വരിക. സുരാജേട്ടനും ചേട്ടനും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 പടം ഇതുവരെ ഒത്തിരി കോമ്പിനേഷൻ സീൻസ് ഒത്തിരി വരുന്ന ഒരു മൂവിയാണോ? എങ്ങനെയാണ് സുരാജായിട്ടുള്ള ഒരു റാപ്പോട്ട് എന്ന് പറയുന്ന ചേട്ടന്? സുരാജേട്ടനായിട്ട് വെച്ചാല് സുരാജേട്ടൻ ഒന്ന് എനിക്ക് കുറെ കൊല്ലങ്ങളായിട്ട് ഇപ്പൊ അറിയാം. ഇപ്പൊ തീവണ്ടി എന്നൊക്കെ പറഞ്ഞാൽ 2017 ആണല്ലോ. പക്ഷെ അതിന് മുമ്പേ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, കണ്ടിട്ടും ഞങ്ങൾ സംസാരിക്കാറുമുണ്ട്. അപ്പോൾ ഈ തീവണ്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കൂടുതൽ അപ്പോൾ ഓരോ സിനിമയും കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടുക്കുമല്ലോ. ആ അടുപ്പം പെർഫോമൻസിൽ നമുക്ക് ഗുണം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ സുരാജേട്ടനാണെങ്കിലും അങ്ങനെ ഓപ്പൺ ടു ഡിസ്കഷൻസ് ആണ്. ഞാൻ സുരാജേട്ടനെയൊക്കെ അപേക്ഷിച്ച് ഞാൻ വളരെ ജൂനിയറാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് വെറുതെ സംസാരിച്ചിരിക്കാറുണ്ട് ഇഷ്ടം പോലെ. അതുകൂടാതെ ഒരു സിനിമ ഞാനും സുരാജേട്ടനും ഒരുമിച്ചൊരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോം വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ അപ്പോൾ നമുക്ക് പൊളിക്കണം, ഉഗ്രം ക്യാരക്ടറാണ്, അങ്ങനെ ഇങ്ങനത്തെ ഡിസ്കഷൻസ്. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് പെർഫോമൻസിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സജഷൻസ് തരികയും അങ്ങോട്ട് ഈ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് റെസിപ്രോക്കേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ആക്ടറാണ് സുരാജേട്ടൻ. പിന്നെ ഇതൊന്നും അല്ലെങ്കിലും വെറുതെ സംസാരിച്ചിരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സുരാജേട്ടൻ എന്തൊക്കെയൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാൻ അടിപൊളിയാണ്. മറ്റേ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും പെട്ടെന്ന് മിമിക്രി പരിപാടി തുടങ്ങി അവിടെ ചിരിയും ബഹളമൊക്കെ ആയിരിക്കും. നമുക്ക് ഡൗൺ ആയി പോകാൻ എപ്പോഴും സുരാജേട്ടൻ വിടത്തില്ല. 1000 പേരൊക്കെ നമുക്ക് വട്ടത്തിലെടുത്തിട്ട് പുള്ളി മിമിക്രി പാട്ട് അതിൽ അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക.
ഇന്നലെ പ്രസ് മീറ്റിലാണെന്ന് തോന്നുന്നു അടിച്ചമർത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കാനായിട്ട് നരിവേട്ട പ്രേരിപ്പിക്കുന്നു എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ അങ്ങനെ ഒബ്വിയസ്ലി നമ്മളൊരു നടന്നിട്ടുള്ള ഇൻസിഡൻസ് കൊണ്ടുവരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ജസ്റ്റിസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ മൂവി ത്രൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് ഒരു ഐ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ പോലും നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. സോ ഇത് ത്രൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? അല്ല, ഇതാണ് ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തിയ ഒരുപാട് പേരുടെ സമരമുഖങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ നീതിയെ കുറിച്ചുള്ള സംസാരം കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ സിനിമ. അപ്പൊ അത്തരത്തിൽ പോരാട്ടത്തിന് മുൻനിരയിൽ നിന്നിട്ടുള്ള സമരത്തിന്റെ നായികമാർ ഇവരൊക്കെ നമ്മൾ സൂചനകൾ പോലെ ഈ സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതും അവിടെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സിനിമ സംവദിക്കുന്ന സമയത്ത് ഇത്തരം സൂചനകൾ കൊടുത്തത് കൊണ്ട് തന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അത്തരത്തിലുള്ള അവകാശ പോരാട്ടത്തിന് മുന്നിൽ നിന്നവർക്ക് എന്തെങ്കിലും നീതി കിട്ടുവാണെങ്കിൽ അത് സിനിമയുടെ അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കൂടെ നമ്മൾ ആലോചിക്കുക. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള മൂവീസ് ആണെങ്കിലും അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒബ്വിയസ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ക്രൂ കുറച്ച് വളരെ വലിയ ക്രൂ ആണ്. ഇതിന് മുന്നേ വർക്ക് എനിക്കൊന്ന് തമിഴിൽ വിജയുടെ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ നമ്മുടെ മലയാളി സർക്കിളിൽ വരുമ്പോഴത്തേനും ഓഡിയൻസിൽ വരുമ്പോൾ നോട്ടീസ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പുതിയ പ്രോജക്ട്സ് എന്താണ്, അതുപോലെ തന്നെ ഇവരായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്, ഇപ്പോൾ സാറിൻ്റെ കൂടെ ഉള്ളത് പറഞ്ഞു, ഇപ്പം ടോവിച്ചാൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴുണ്ടായത് അല്ലെങ്കിൽ മറ്റ് ക്രൂ കൂടെ ഉള്ളവരുടെ ഒരു ഹെൽപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു, ആക്ടിങ്ങിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ ആണെങ്കിലും? ആക്ച്വലി ഞാനത് വിട്ടുപോയൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ വിജയ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ, എന്നെ ആക്ച്വലി +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. വിനീത് ശ്രീനിവാസിൻ്റെ പടം മലർവാടി ആർട്സ് ക്ലബ്ബിലാണ് ഞാൻ ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോണത്. പിന്നെ പോക്കിരി രാജയിലും വർക്ക് ചെയ്തു. പിന്നെ ഇത് ജൂനിയർ ക്യാമറയിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം അളന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ദൂരമായിട്ട് തോന്നി. പിന്നെ അതിലേക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് പോകാം എന്ന് വിചാരിച്ചാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ഇടയായതും ഷോർട്ട് ഫിലിംസ് ഒക്കെ കുറേ ചെയ്യാൻ തുടങ്ങിയതും. പിന്നെ ആദ്യമായിട്ട് തന്നെ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് സിനിമയിൽ എൻ്റെ മുഖം ഇവിടെ കാണുന്നുണ്ട് എന്ന് കാണിച്ചത് ലോകേഷ് സാർ തന്നെയാണ്, മാസ്റ്റർ സിനിമയിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഈ തുടക്കം. അപ്പോൾ അതുപോലെയുള്ള ഒരു ഹീറോയിൻ്റെ കൂടെയാണ് ആദ്യം എൻ്റെ തുടക്കം. അങ്ങനെ ഒരു ഹീറോയിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ടോവിച്ചാട്ടിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്ന സമയത്ത് വിക്രമിലും ചെയ്തിട്ടുണ്ട്. ലോകേഷ് സാറിനോട് വിക്രമിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ലോകേഷ് സാറിൻ്റെ പടത്തിൽ. ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ വിജയ് സാറിനെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിയ ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് വളരെ വലുതാണ്. എനിക്ക് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത കുറെ മൊമെന്റ്സ് ആണത്. കാരണം സാറിന്റെ ക്ലാസ് ടീച്ചർ ഇപ്പൊ ഒരു വിജയ് സാറിനെ പോലെയുള്ള ഒരാള് സെറ്റിലേക്ക് വരുന്നതും പുള്ളീന്റെ ആ ഒരു എങ്ങനെ പറയാം, വർക്കിനെ സ്നേഹിക്കുന്ന ഒരു ഇത് നമ്മൾ നേരിട്ട് കാണുമല്ലോ. സാറ് കഴിഞ്ഞ ശേഷം ഒരു വർക്കിന് എത്രത്തോളം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനോട് കാണിക്കുന്ന ഒരു നീതി പുലർത്തുന്നതൊക്കെ ഞാൻ കാണുന്നത്, ഞാൻ ടോവിച്ചാട്ടൻ ഉള്ളതുകൊണ്ട് പറയല്ല, ഫ്രാങ്ക്ലി ടോവിച്ചാട്ടൻ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അതെ, വളരെ കുറച്ച് സിനിമകളെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എങ്കിലും വിജയ് സാറിന്റെ ആ ഒരു ഒബീഡിയൻസും ആ ഒരു ലീനിയർ അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ അത്രയും പോയിന്റിൽ നിൽക്കുന്ന ഒരാളെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വർക്കിന് വരുന്ന രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന ടോവിച്ചാട്ടൻ തന്നെയാണ്. ഓക്കെ, ഒരു ടൊവിനോ തോമസിന്റെ ഇന്റർവ്യൂവിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ബേസിൽ ജോസഫ്. എന്നാ പിന്നെ ഇതിൽ തന്നെ ഒഴിവാക്കിയാലോ. സുഹൃത്ത് ഡയറക്റ്റ് ചെയ്തു, ഇപ്പൊ തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഒരു കടം വീട്ടൽ എന്നുള്ള രീതിയിൽ പുള്ളി ഇനി ചേട്ടനെ വെച്ചിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അപ്പൊ അതിന് കോസ്റ്റ്ലി ആയിരിക്കും, അവനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. അല്ലല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അധികം വൈകാതെയൊക്കെ അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവനും പ്രൊഡ്യൂസർ ആവട്ടെ. അതെ. എന്തായിരുന്നു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു പടത്തിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവം? അല്ല, അവൻ എല്ലാ സിനിമകളെയും, ഇപ്പൊ ഞാൻ എൻ്റെ എല്ലാ സിനിമകളുടെയും ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവൻ ഈ സാധനത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇതിനെ പറഞ്ഞപ്പോ അവനും ഈ സിനിമ കാണാതെ അവന് ഇതിനെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞേടാ, ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, ഇതൊരു ട്രെയിലർ അയച്ചു കൊടുത്തിരുന്നു. ട്രെയിലറൊക്കെ അല്ലെങ്കിൽ അവൻ കാണുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എടാ ഭയങ്കര ഇന്റൻസ് ആയിരിക്കും, പക്ഷെ
തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ ഇടിച്ചു കയറി അവനെ അങ്ങനെ ഗേറ്റിന് പുറത്ത് കാത്തു വന്നാൽ ഇപ്പൊ ഐഡന്റിറ്റി ചെയ്ത പോലത്തെ പ്രൊമോഷൻ നമ്മുടെ ഈ പടത്തിന് വർക്കാവില്ല. ഇപ്പൊ ഹെലികോപ്റ്റർ ഇതിന് ഇതിന്റേതായിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ഡിസേർവ് ചെയ്യുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള നമുക്ക് പമ്പ് ചെയ്യണം. അത് ബേസിൽ പറഞ്ഞ കറക്റ്റ് ജഡ്ജ്മെന്റാണ്. നമ്മൾ കുറച്ചും കൂടി മൗത്ത് പബ്ലിസിറ്റിയിൽ കണ്ട ആൾക്കാർ കാണാത്ത ആൾക്കാരോട് പറയാ. ഈ സിനിമയ്ക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും അതാണ്. കുറച്ചും കൂടെ കണ്ടവര് കാണാത്തവരോട് പറഞ്ഞ് അങ്ങനെ കാണാത്തവരും കൂടെ തിയേറ്ററിൽ വന്നും കാണാൻ സാധ്യതയുള്ള ഒരു സിനിമയാണത്. അങ്ങനെ അവഗണിക്കാൻ കണ്ടിട്ട് അങ്ങനെ മറന്നു കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവഗണിച്ചു കളയാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഇതെന്ന് ഉറപ്പുണ്ട്. ഇപ്പൊ ചേട്ടൻ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലല്ലാണ്ട് ഒരു ഓഡിയൻസ് ആയിട്ട് ഒബ്വിയസ്ലി ചേട്ടന്റെ മൂവിയെ ചേട്ടൻ എന്തായാലും കാണുമല്ലോ. ആ ഒരു രീതി നോക്കുമ്പോൾ ചേട്ടൻ എത്രത്തോളം ഒരു എക്സൈറ്റിംഗ് ആയിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് സാധാരണ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ 68 ദിവസം 70 ദിവസം ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു 4-4.5 മണിക്കൂറൊക്കെ ഫുട്ടേജ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഏതാണ്ട് 3 മണിക്കൂറിന് അടുത്താണ് നമ്മുടെ ഫസ്റ്റ് ഫുട്ടേജ് ഉണ്ടായിരുന്നത്, സ്പോട്ട് ഫുട്ടേജ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഫുട്ടേജ് അങ്ങനെ തന്നെ ഷമീറിന് കൊടുത്ത് ഷമീറിനോടൊരു ഡബ്ബിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു എഡിറ്റ് ഉണ്ട്, ഫസ്റ്റ് കട്ട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ ഫസ്റ്റ് കട്ട് ഏതാണ് 2 മണിക്കൂർ 38 മിനിറ്റാണ് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്രിപ്റ്റിൽ നമ്മൾ നോൺ ലീനിയറാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു എഡിറ്ററിൻ്റെ പെർസ്പെക്റ്റീവ് ഷമീറിൻ്റെ അറിയാലോ, അവൻ ഒരു എഡിറ്റിംഗ് സ്കിൽ വേറെ തരത്തിലാണ് സ്റ്റോറി നാരേറ്റീവിൽ ഉപയോഗിക്കുക. അപ്പോൾ അവൻ ആ സാധനത്തിന് ചില ഇന്റർ കട്ട്സ് യൂസ് ചെയ്തത്, ചില ഇമോഷൻ കട്ട് ബാക്കുകൾ റീകോൾ ചെയ്തത്. ഞാൻ ഷമീറിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്ന ആ സിനിമ കാണുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി കുക്ക് ചെയ്ത് ഞാൻ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ താഴെ വരുന്നു, ഞാൻ ഷമീറിനോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഞാൻ കുറച്ച് ഓവർ റിയാക്റ്റഡ് ആയിപ്പോയതാണോ, സ്വന്തം സിനിമയോടുള്ള അമിതമായ താല്പര്യം കൊണ്ടാണോ എന്നെനിക്ക് ഡൗട്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം സിനിമ കണ്ടിട്ട് അങ്ങനെ ഓവർ റിയാക്റ്റഡ് ആവേണ്ട കാര്യം നമുക്ക് അറിയുന്ന സാധനം തന്നെയാണോ. പ്രത്യേകിച്ച് ടൊവിയുടെ ഏരിയാസ്, ടൊവിയുടെ പെർഫോമൻസിൻ്റെ ചില ഏരിയാസിൽ ഞാൻ വല്ലാതെ ഇടറിപ്പോയിരുന്നു. അപ്പോൾ അത് 2 മണിക്കൂർ 40 മിനിറ്റ് സിനിമയാണ്. അത് പിന്നെയും കുറഞ്ഞിപ്പോൾ 2 മണിക്കൂർ 20 വിത്ത് ടൈറ്റിൽസ്, കണ്ടന്റ് അല്ലാതെ ടൈറ്റിൽസ് അടക്കം 2 മണിക്കൂർ 20 മിനിറ്റിലേക്ക് സിനിമ വന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളെന്നാൽ പിന്നെ ഒരു ആൾക്കാരെ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായ മീഡിയ പേഴ്സൺസിനൊക്കെ വിളിച്ച് കാണിക്കുന്നത്. അപ്പം എനിക്ക് അന്ന് ഈ പറഞ്ഞ 2.25 മണിക്കൂർ ഇരുന്ന സിനിമ കണ്ട അതേ മൊമെന്റ്, എനിക്ക് ആ മൊമെന്റിൽ ഉണ്ടായിരുന്ന അതേ ഇമ്പൾസ് തന്നെയാണ് ഇവർക്കെല്ലാം കിട്ടുന്നതെന്നും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തിയേറ്ററിൽ ആ വൈബ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. നായികമാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവരെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറയാമോ? എനിക്ക് പത്മരാജൻ സിനിമകളിലെ നായികമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇപ്പം അരപ്പട്ട ഗ്രാമത്തിലെ ഹീറോയിൻസിനെ പോലെയല്ല ചിലപ്പം തൂവാൻ തുമ്പികളിലെ നായിക ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റ് പത്മരാജൻ മറ്റേ മൂന്നാം പക്കത്തിലെ നായിക. അപ്പം പുള്ളിയുടെ ഒരു ഹീറോയിൻ ഫീച്ചേഴ്സ് എനിക്ക് ഭയങ്കര രസമുള്ള ആളായിട്ട്. അപ്പം ഈവൻ ഇഷ്കിൽ പോലും നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര നാട്ടിൻ പുറത്തുനിന്ന് തോന്നുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ്. അങ്ങനെയാണ് നമ്മൾ ആൻസിതറിലൊക്കെ, അതിലും ഭയങ്കര കാസ്റ്റുണ്ട്. അപ്പം ഇതിലും പ്രിയംവദ ശരിക്കും ആദ്യത്തെ സിനിമയിൽ തന്നെ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടിയാണ്. അപ്പോൾ പ്രിയംവദയ്ക്ക് ഉള്ള സ്ക്രീൻ സ്പേസ് കുറവാണ്. അപ്പം പക്ഷേ ഭയങ്കര സ്റ്റബോൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്ന നിലയ്ക്കാണ് പ്രിയംവദനെ കാസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് തെറ്റിയിട്ടില്ല. പ്രിയംവദ വളരെ വൃത്തിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജെയ്ക് സാർ ആണെങ്കിലും ഈവൻ പ്രസ് മീറ്റിൽ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ടോയിച്ചാൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് വാവ് മൊമെന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈവൻ ജെയ്ക് സാറും അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. സോ അത് എത്രത്തോളം ഉണ്ടായിരുന്നു ഒരു പെർഫോമൻസ്? ഞാനൊരു കാര്യം പറയട്ടെ, അതിനെ അങ്ങനെ ബിൽഡപ്പ് ലാസ്റ്റ് പടം കണ്ടിട്ട് ഇതാണോ ഇവന്മാർ. ഞാൻ പറയണ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള പെർഫോമൻസ് എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ ആ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോ ഇതാണോ എന്ന് തോന്നിയേക്കാം. അത് ഓവർ ബിൽഡപ്പ് എനിക്ക് ചിലപ്പോൾ ആവശ്യം ചെയ്തേക്കാം. അല്ല, സത്യസന്ധമായിട്ടും ടോവി നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് ആത്യന്തികമായി. നമ്മളെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് തിയേറ്ററിലും കൂടി വർക്കായി കാണുമ്പോഴാണ് ഇതിന്റെ 24-ാം തീയതിയാണ് ഇതിന്റെ. അത് ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവരെക്കാൾ ഞങ്ങളുടെയൊക്കെ പെർഫോമൻസുകളെ പറ്റിയിട്ട് പ്രേക്ഷകർ പറയുമ്പോഴാണ് കുറച്ചും കൂടെ. ഇപ്പൊ എന്നോട് അനുരാജ് പറയുന്ന സമയത്ത്, നമ്മള് സംവിധായകൻ നടനോട് പറയുന്ന സമയത്ത്, നടനെ സമയത്തുള്ള അത് ഭയങ്കര അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന വാലിഡേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വാലിഡേഷൻ എന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് ഓഡിയൻസ് എന്റെ സംവിധായകനാണ്. അതിനേക്കാൾ അതെനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ തന്നെ ഇന്റർവ്യൂസിൽ പറയുന്നതിനേക്കാൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പ്രേക്ഷകർ ഞങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അടുത്തൊരു വാലിഡേഷൻ. ആത്യന്തികമായിട്ട്
കസ്റ്റോഡിയൻ കഴിഞ്ഞ് പിന്നെ അവരാണല്ലോ സിനിമ കാണുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സിനിമകൾ. നമ്മളെല്ലാവരും അതിനുവേണ്ടിയാണല്ലോ പരിശ്രമിക്കുന്നത്. ആക്ച്വലി പോലീസ് ഓഫീസേഴ്സിന് കുറച്ചും കൂടെ നിങ്ങളടുത്ത് എന്താ പറയുക പറയണം എന്നുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. മെയിൻലി അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് പൊതുവേ മൂവീസിൽ അവർക്കൊരു നെഗറ്റീവ് ഷെയ്ഡാണ്, അത് അവരുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്നോട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ചോദിക്കുമല്ലോ അല്ലേ. അപ്പോൾ അവരുടെ മൈൻഡിൽ എനിക്ക് തോന്നുന്നു പുറമേ മൂവീസിൽ ലൈക്ക് എന്താണ് പോലീസുകാർക്ക്, പക്ഷേ ടോവിച്ചേട്ട അപ്പോൾ ക്ലിയർ ചെയ്യുകയും ചെയ്തു, അതായത് രണ്ട് സൈഡും കാണിക്കാറുണ്ട്, അതായത് പോസിറ്റീവും കാണിക്കാറുണ്ട് നെഗറ്റീവും കാണിക്കാറുണ്ട്. അവിടെ വെച്ച് തന്നെ സംസാരിച്ച പോലെ ഈ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിട്ടുള്ള അങ്ങനത്തെ ഇൻസിഡൻസ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ ജനറലി ഉള്ള മറ്റ് സംഭവങ്ങളെക്കാളും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ സിനിമയിൽ മെൻഷൻ ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം, അല്ലെങ്കിൽ സിനിമ കണ്ടതിന്റെ പേരിൽ എല്ലാ പോലീസുകാരും അങ്ങനത്തെ ചിന്ത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലീസുകാർ, ആയിരക്കണക്കിന് പോലീസുകാരില്ല, ഇവരുടെയൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, കൂടെ പഠിച്ചവരുണ്ടാവില്ലേ, വീട്ടുകാരുണ്ടാവില്ലേ, ഇവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ആർക്കും സോഷ്യൽ ബീയിങ്സ് ആണല്ലോ. ഇപ്പൊ യൂണിഫോമിൽ ഇട്ടിട്ട് ജനിച്ചു വീണല്ലോ അവര് മനുഷ്യന്മാർ യൂണിഫോം ഇട്ടേക്കണല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട്. പിന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് പരിശോധന നടത്തേണ്ടതാണ്. ഒരാള് യൂണിഫോമിന്റെ പേരിലോ ഒക്കെ ഒരാളെ ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ തന്നെ പലപ്പോഴും വാർത്തകളിൽ കണ്ടിട്ടില്ലേ പോലീസുകാർ ചെയ്തിട്ടുള്ള വളരെ ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ മനുഷ്യത്വപരമായിട്ടുള്ള, അത് അവരുടെ ഈ പോലീസ് ജോലിയിൽ നിന്നും വിട്ട് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എത്രയോ വാർത്തകൾ നമ്മൾ വായിച്ചിരിക്കുന്നു. സിനിമകളിൽ എത്രയോ വളരെ പോസിറ്റീവായിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവായിട്ടുള്ളതും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിലും അങ്ങനെ സിനിമയിൽ നമ്മൾ ആ കഥയും കഥാപാത്രത്തിനും വേണ്ടിയിട്ട് പറഞ്ഞല്ലാതെ നമ്മൾ പെർട്ടിക്കുലർ എന്നാ ഒരു പോലീസുകാരനാക്കിയേക്കാൻ വില്ലൻ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. സോ ഒരു ടൊവിനോ തോമസ് പടം വരുമ്പോഴത്തേനും ആൾക്കാർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നോർമലി ഉള്ളതുപോലെ ഇന്ന ജോണറാണ് അല്ലെങ്കിൽ ഇന്ന ഇതായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ചേട്ടൻ ആ ഒരു എക്സ്പെക്ടേഷൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു നടനായിട്ടാണ് എനിക്ക് അതായത് ഞാൻ ഇതിൽ മാത്രമല്ല നിൽക്കുന്നത്, എല്ലാത്തിലേക്കും ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ ചേട്ടൻ ഒരേപോലെ നടനായിട്ടും ചെയ്യാറുണ്ട്. ഇവൻ നെഗറ്റീവ് റോൾസ് ആണെങ്കിലും ചേട്ടൻ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നടനാണ്. അതൊരു നടൻ്റെ ട്രൂ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചേട്ടൻ ലൈക്ക് ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പാഷനേറ്റ് അത്രയായി ഉറപ്പായിട്ടും ബോധപൂർവം. പിന്നെ ബോധപൂർവം നമ്മള് പ്ലാൻ ചെയ്യാൻ നടക്കില്ലല്ലോ. ഞാൻ ഒരു സമയത്ത് അങ്ങനെ ഇമേജുകളൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് എൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. ഇപ്പം ഞാനൊരു സിനിമയിൽ വരുന്ന സമയത്ത് ഞാൻ നായകനായിരിക്കോ വില്ലനായിരിക്കോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ആൾക്കാർക്ക് നേരത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ വ്യൂവിങ് എക്സ്പീരിയൻസിലും അത് ഭയങ്കര അത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതിരുന്നാലല്ലേ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു കൗതുകവും അവർക്കത് കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിത് ആസ് എൻ ആക്ടർ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനും എനിക്ക് സാഹചര്യം കിട്ടണമെങ്കിൽ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. അതോടൊപ്പം ഓരോ തവണയും സിനിമ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നായകനായിരിക്കാം അല്ലെങ്കിൽ വില്ലനായിരിക്കാം. ആ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ എന്തും ആവാം എന്ന് പറയുമ്പോൾ ഒരു സെൻസ് ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അത് നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണ്. അത് കാണുന്ന പ്രേക്ഷകർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ മരണമാസമുള്ള സിനിമയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഡ്രസ്സ് പറയാൻ പെട്ടിലിങ്ങനെ കിടക്കാന്നല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ അതിവിടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കൗതുകം ഫാക്ടർ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ കൗതുകങ്ങളാണ് ഇഷ്ടം. അപ്പം ഞാൻ എന്നിലെ ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി കീപ്പ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൗതുകമാണ്. ഇവൻ എങ്ങനെ ഇത് നായകനായിട്ടോ വില്ലനായിട്ടോ എന്താ ചെയ്യാൻ പോണെന്ന് അറിയില്ല. ഇപ്പൊ കള എന്നുള്ള സിനിമയിൽ ഞാൻ വില്ലനാണ്, തുടക്കം മുതൽ അവസാനം വരെ വില്ലനാണ്. അല്ലാതെ നായകൻ വില്ലനാവുന്നതോ വില്ലൻ ജയിക്കുന്ന സിനിമയൊന്നുമല്ല. അതിൽ നായകൻ 100 തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്കിംഗ് കൂടെയാണ്. നമ്മൾ നായകനായിട്ട് സിനിമകളിൽ അഭിനയിക്കുന്ന ഒരാൾ, അപ്പൊ അയാളാണ് നായകൻ എന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭാഗത്ത് ന്യായമില്ല. ന്യായമുള്ളവന്റെ അവനാണ് നായകൻ, അവന്റെ ഭാഗത്തായിരുന്നു ന്യായം. അപ്പൊ അതുകൊണ്ട് ആ 100ന്റെ ക്യാരക്ടർ വരുന്ന സമയത്ത് അപ്പൊ അതിലൊരു കൗതുകമില്ലേ. നേരെ തിരിച്ചാണെങ്കിൽ അത് ഇവിടെ കുറെ നമ്മൾ അങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പുകൾ ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ
ഗ്രോത്തിനും ആസ് എൻ ആക്ടറും എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ്, സ്റ്റീരിയോടൈപ്സിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണെന്ന് തോന്നിയിട്ട് അങ്ങനെ ബോധപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. ചേട്ടൻ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു നടനാണ്. ഒത്തിരി അധികം സ്ട്രഗിൾസ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അത് പല ഇന്റർവ്യൂസിലും ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ചേട്ടൻ ഇപ്പോഴും ഓരോ മൂവീസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ ഒബ്വിയസ്ലി വന്ന വഴി മറക്കത്തില്ല. പക്ഷെ ആ ഒരു ഹൈ മൊമെന്റ് ചേട്ടൻ ഇപ്പോഴും കിട്ടാറുണ്ടോ? ഇപ്പോഴും ഒരു നോർമൽ ഒരു പേഴ്സൺ വന്നിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഒത്തിരി നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ ചേട്ടന് ഒരു ഹൈ മൊമെന്റ് കിട്ടാറുണ്ടോ? ഇപ്പോഴും ഓരോ മൂവീസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ചേട്ടൻ ഇപ്പോഴും പോകാറുണ്ടോ? അതായത് ഞാൻ ഇപ്പോഴും എൻ്റെ എല്ലാ സിനിമയെയും സമീപിക്കുന്നത് എൻ്റെ ആദ്യത്തെ സിനിമയെ സമീപിക്കുന്നത് അതേ എക്സൈറ്റ്മെൻറ്റോടും അതേ പാഷനോടും കൂടെ തന്നെയാണ്. പിന്നെ ഈ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ അതിനകത്ത് ആ ഫോട്ടോ എടുക്കുന്നതിനേക്കാളും ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്നതിലാണ് എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം. ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംസാരം നടക്കില്ല, വരുന്നു ഫോട്ടോ എടുക്കുന്നു പോകുന്നു. അതിനേക്കാളും എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ പുതിയ ആളുകളോട് സംസാരിക്കുക എന്ന് പറയുന്ന സമയത്ത് ചിലരൊക്കെ വന്നിട്ട് ഇന്നൊരു സിനിമ കണ്ടു, അതിനകത്ത് ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് നമുക്ക് അതിന് നമ്മൾ ക്രേവ് ചെയ്യും, അത് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യും. ഫോട്ടോ ആൾക്കാർ എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ക്രേവ് ചെയ്യാറില്ല. അത് ആദ്യം ആയിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ ABCD ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 20 പേര് കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആ പൂതി തീർന്നു. പിന്നെ ഞാൻ എൻജോയ് ചെയ്യുന്നത് ആളുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ എൻ്റെ കഥാപാത്രങ്ങൾ, അതിലൊരു പെർട്ടിക്കുലർ സീൻ അതിനകത്ത് നന്നായിരുന്നു, ഈ സാധനം നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ മിന്നൽ മുരളി കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ വീട്ടിലിപ്പോ എല്ലാത്തിനും കൂടെ ചാടി നടക്കാണ് മണിയനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. അത് തുടക്കത്തിലുണ്ടായിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. അതിന് ക്രേവ് ചെയ്യും. അത് കിട്ടിക്കൊണ്ട് ഇരിക്കുന്നവരും കൂടുതൽ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ടാ. അപ്പൊ അത് അത്രത്തോളം ക്രേവ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നതാണ്. ഇപ്പൊ ആരാണെങ്കിലും, ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും പ്രായമുള്ള ആളാണെങ്കിലും എൻ്റെ അതേ പ്രായത്തിലുള്ള ആണെങ്കിലും ഒക്കെ വന്നിട്ട് അവർ നമ്മുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ, അത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന മണി, ഫെയിം എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഫ്യൂവൽ അപ്രീസിയേഷൻസ് തന്നെയാണ്.